പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പ്ലസ് ടുവിൻ്റെയും 10ാം ക്ലാസ്സിലെയും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ, ജയിക്കണോ മക്കളെ, ജയിക്കണോ മക്കളെ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു ദിവസം നീ എന്ത് ചെയ്താലും അത് നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ മക്കളും പറയുന്നു, ഉസ്താദേ എനിക്ക് ജയിക്കണം, A+ വേണം, മൊത്തം A+ വേണം പരീക്ഷയ്ക്കൊക്കെ. എൻ്റെ ഉസ്താദേ ഞാൻ ഏത് കച്ചവടം തുടങ്ങിയാലും നേരെയാകാത്തെ. എൻ്റെ പൊന്നാര കാക്ക, ഒരു ദിവസം നീ എന്ത് ചെയ്താലും അത് നന്നാകില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഏത് ദിവസമാ? ഏത് ദിവസം? നീ സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും അത് നന്നാകില്ല. സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ എന്തു തുടങ്ങിയാലും അതിൽ ബർക്കത്തില്ല. നീ ഒരു കട തുടങ്ങി, എന്തിനാ തുടങ്ങിയ? ജീവിക്കാൻ. ആരാ ഉദ്ഘാടനം ചെയ്തേ? ആരാ ഉദ്ഘാടനം ചെയ്തേ? സുബഹി നിസ്കരിച്ചവനാണോ? നിനക്ക് ചെയ്യാമായിരുന്നല്ലോ. നീ സുബഹി നിസ്കരിച്ചിട്ട് ആദ്യം ആ കടയ്ക്കകത്ത് നിനക്ക് കയറിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ നീ ആരെ കൊണ്ടുപോവാ? നിനക്ക് ചെയ്യാമായിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഖത്തീബിനെ വന്ന് വിളിച്ചുകൊണ്ട് പോകും, ഉസ്താദെ ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്, ഉസ്താദ് ഒന്ന് വരണം, 4 മണിക്ക് വരണം. ആരും കാണാതെ ഉസ്താദിനെ കൊണ്ടുപോയി ഷട്ടർ പതുക്കെ തുറന്ന് തലകീഴായിട്ട് കയറ്റിയിട്ട് ദുആ ചെയ്യിപ്പിക്കും. തീർന്നു. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, പരീക്ഷയ്ക്ക് പോകുന്ന മക്കളോട് പറയുക, ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ട് എക്സാമിന് പോയിട്ട് നിനക്ക് ജയിക്കാൻ പറ്റൂല. ഉമ്മ പറയുക, രാത്രി 12 മണി വരെ പഠിച്ചതാ, ഉറങ്ങട്ടെ, എക്സാമിന് പോകാനുള്ളതാ. 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പല്ലും തേച്ചിട്ട് ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ടാണ് എക്സാമിന് പോണത്. A+ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബഹി നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് പോ. അമുസ്ലിമീങ്ങളായ കുട്ടികൾ എക്സാമിന് പോകുമ്പോൾ നീ ചിന്തിക്കേണ്ടത്, നിന്റെ മക്കൾ 7 മണി വരെ 6 മണി വരെ കിടന്നുറങ്ങിയിട്ട് സുബഹിയില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, കുളിച്ചൊരുങ്ങിയിട്ട് എക്സാമിന് പോകും. എന്നാൽ അമുസ്ലിമായ വിദ്യാർത്ഥികൾ ഈ എക്സാമിന് പോകുമ്പോൾ അമ്പലം കാണുമ്പോൾ ഒന്ന് തൊഴുവും, പള്ളി കാണുമ്പോൾ ഒന്ന് തൊഴുവും, പറ്റുമെങ്കിൽ ഒരു വഞ്ചിപ്പെട്ടിയിൽ ഇട്ടിട്ട് പോവും. അത്രയെങ്കിലും ദൈവവിശ്വാസം അവർക്കുണ്ട്. നമുക്കോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, സുജൂദുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുമോ? എന്താ സുജൂദിൻ്റെ പ്രതിഫലം? സുജൂദ് ചെയ്യാൻ പറയുന്നത് എന്തിനാ? ഒരാൾ സുജൂദിൽ കിടക്കുമ്പോൾ അവൻ ചെയ്ത പാപം മുഴുവനും പെരടിയുടെ മുകളിൽ വരും. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ പെരടിയുടെ മുകളിൽ വന്നിരിക്കും. നീ സുജൂദിൽ കിടക്കുമ്പോൾ ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നീ ചെയ്ത പാപങ്ങൾ താഴേക്ക് വീഴുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുജൂദിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നീ നിന്റെ സുജൂദിനെ നീക്കണേ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ നിന്റെ സുജൂദിനെ നീ ദീർഘിപ്പിക്കണേ. സുജൂദിൽ എത്ര നേരം കിടക്കുന്നുണ്ടോ അത്രയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിന്റെ പ്രതിഫലം എന്തെന്നറിയോ? സഹോദരാ, നിങ്ങൾ ഇശാ നിസ്കരിച്ചവരാണല്ലോ, നിങ്ങൾ ഇശാ നിസ്കരിച്ചവരാണല്ലോ. പള്ളിയിൽ നിന്നിറങ്ങി വരുമ്പോ ഒരു വിഭാഗത്തോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, സുജു പടച്ചവനെ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, ഭാഗ്യവാനാണ്, സന്തോഷ വാർത്ത പറയുകയാണ്, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, നീ സ്വർഗത്തിലാണ്, നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞു, നീ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇശാ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് എഴുന്നേക്കുന്നവനോട് പറയുമ്പോ അപ്പുറത്തിരിക്കുന്നവനോട് മലക്ക് പറയുകയാണ്, എടാ നഷ്ടവാളി, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, അവസരം പാഴാക്കിയല്ലോ, നീ നരകത്തിലാണ്, നീ നരകത്തിലാണ്, നിന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തൗബ ചെയ്യാതെ അടുത്ത
വക്കത്തിന് മുമ്പ് മരണപ്പെട്ട നീ നരകത്തിലാണെന്ന് അള്ളാന്റെ മലക്ക് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റപ്പോ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഓരോ മനുഷ്യനോടും അവിടെ നിന്ന് മലക്കുകൾ പറയുകയാ, അതാണ് നിസ്കാരം. വാപ്പാ സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവരല്ലേ, ദുആ ചെയ്യുന്നവരല്ലേ, ഒരു വഖത്ത് നമസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. നിന്റെ ജീവിതത്തിൽ ഒരേ ഒരു വഖത്ത് നിസ്കാരം നല്ലതുപോലെ നീ നിസ്കരിച്ചാൽ നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും ചിന്തിക്കാറുണ്ട്, പടച്ചവനെ ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാ, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാ, ഒരുപാട് നിസ്കാരം നിന്റെ കയ്യിലുണ്ട്. എന്നാ വാപ്പാ നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയുമോ? ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി സ്വർഗത്തിൽ പോകാൻ. നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ നിന്ന് നീ എഴുന്നേൽക്കുമ്പോൾ മലക്ക് കയ്യിൽ പിടിച്ചിട്ട് പറയും, നീ സ്വർഗത്തിലാ, നിന്റെ പേര് സ്വർഗത്തിൻ്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത പറയും. മറ്റൊരാളോട് പറയും, നീ നിസ്കരിച്ചിട്ട് നരകത്തില. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എത്ര വഖത്ത് നിസ്കാരം വേണം? ഒറ്റ വഖത്ത്, ഒരു വഖത്ത് നിസ്കാരം നിസ്കരിച്ചാൽ മതി സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ചാക്ക് കണക്കിന് നിറച്ചിട്ടിരിക്കുക നിസ്കാരം. എത്ര കൊല്ലമായി ഉസ്താദെ? 40-50 കൊല്ലമായിട്ട് ഞാൻ നിസ്കരിച്ച് ചാക്കി കെട്ടിയിട്ടിരിക്കുക. എനിക്ക് ഒന്നല്ല, ആയിരക്കണക്കിനുണ്ട്, 10,000-കണക്കിനുണ്ട്. എന്നാ വാപ്പ 40 കൊല്ലം 50 കൊല്ലം പ്രായമുള്ള ഉപ്പാനോട് ചോദിക്കട്ടെ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എടാ, നമ്മൾ സാധാരണ ശൈത്താൻ നിസ്കരിക്കുന്നവനെ പിഴപ്പിക്കുന്ന, നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ശൈത്താൻ ചിരിക്കും, ഇവൻ എന്താ അള്ളാഹ് കാണിക്കണേന്ന്, കോമഡി കാണുന്ന പോലെ. നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ചാക്ക് കണക്കിന് നിസ്കാരമുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് പോലെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ഒരു കാലിൻ്റെ വിരലിന് വല്ലാത്ത വേദന, കാലിൻ്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. സ്വർഗത്തിലേക്കുള്ള പാസ് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആമിനാത്ത, ഇത് നിനക്കുള്ളതാ, നിന്റെ നടത്തവും നിന്റെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നീ സ്വർഗത്തിലാന്നുള്ള ചിന്തയാ നിനക്ക്. എന്നാ ഉറുവ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. വൈദ്യന്മാരെ കാണിച്ചു, തങ്ങളെ ഈ വിരൽ പഴുക്കുന്നുണ്ട്, മുറിച്ചു കളയണം. ഉറുവ തങ്ങൾ സമ്മതിച്ചില്ല, പരിഗണിച്ചില്ല. കുറച്ച് നാൾ കഴിഞ്ഞു, വേദന കൂടി. വൈദ്യന്മാര് നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ ആ പഴുപ്പ് മറ്റുള്ള വിരലുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു, ഇനി വിരൽ മുറിച്ചാൽ പോരാ, കാൽപ്പത്തി തന്നെ മുറിച്ചു മാറ്റണം. ഉറുവ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. കാലിൽ വീണ്ടും വേദനയായി, പഴുപ്പ് വ്യാപിക്കാൻ തുടങ്ങി. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, ഇനിയെങ്കിലും ഞങ്ങൾ പറയണ കേക്ക്. ഇപ്പം മുട്ടിൻ്റെ താഴെ വെച്ച് മുറിക്കേണ്ട അവസ്ഥ വന്നു. അവസാനം ഉറുവ റളിയല്ലാഹു തആല അൻഹു കാല് മുറിക്കാൻ സമ്മതിച്ചു. വൈദ്യന്മാര് പോയി ആയുധമൊക്കെ എടുത്ത് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചാരത്ത് വന്നു. എന്നിട്ട് കയ്യിലേക്ക് കുറച്ച് കള്ള് കൊണ്ടുവന്ന് കൊടുത്തു, ലഹരി കൊണ്ടുവന്ന് കൊടുത്തു. ഇത് കുടിക്കണം തങ്ങളെ. ഇതെന്താ? ഇത്തിരി ലഹരിയാണ്, എന്ത് ഇത് കുടിക്കണം. ഉറുവ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇതെന്തിനാ ഞാൻ കുടിക്കണേ? കാല് മുറിക്കുന്നത് വല്ലാത്ത വേദനയാ തങ്ങളെ. ഒരു പച്ചയായ മനുഷ്യനല്ലേ, മരവിപ്പിക്കലും അനശേഷമൊന്നും ഒന്നും ഇല്ലല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ, ഇത് കുടിച്ച കുറച്ച് ബോധം ഉണ്ടാവത്തില്ല, ഇത് കുടിച്ച കുറച്ച് വേദനയ്ക്ക് ശമനം കിട്ടും, അല്ലാതെ ധൈര്യത്തിലൊന്നും ഇത് മുറിക്കാൻ പറ്റൂല. ഉറുവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളിൽ ശിഫയില്ല, മരിച്ചാലും ഞാൻ കുടിക്കൂല. പിന്നെ എങ്ങനെ കാല് മുറിക്കുക? വൈദ്യന്മാര് ചോദിച്ചു, പിന്നെ എങ്ങനെ ഒരു പച്ചയായ മനുഷ്യന്റെ കാല് ഞങ്ങൾ എങ്ങനെ മുറിക്കും? മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ കാല് മുറിച്ചാൽ മതിയല്ലോ, നിങ്ങൾക്ക് എത്രയല്ലോ, എൻ്റെ കാല് മുറിച്ചാൽ പോരെ? ഉറുവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എങ്കിൽ ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലായ, പറ്റുമെങ്കിൽ നോക്കിക്കോ, എൻ്റെ കാല് മുറിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ. മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു ഒളുവെടുത്തു. പടച്ചവനെ അവിടെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് കടന്നു വന്നു. ഉറുവ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൈകെട്ടുകയാണ്. ഉറുവ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വജ്ജഹത്ത് പോതി, പടച്ചവനെ അവിടെ നിന്ന് ഫാത്തിഹ പോതുകയാണ്.
അതാ പടച്ചവനെ സൂറത്തിലേക്ക് കടക്കുന്നു. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാരെ കടന്നു വരികയാണ്. മാർക്കോയുടെ കഥയല്ല പറയുന്നത്, പുഷ്പയുടെ കഥയല്ല പറയുന്നത്, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാടാ ചെറുപ്പക്കാരാ. എടുത്തു വായിക്കാൻ കഴിയുന്ന ചരിത്രമാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഉർവ തങ്ങളുടെ ഒരു കാലവിടുന്ന് മുറിച്ചു മാറ്റുകയാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, അവിടുന്ന് വെട്ടി മുറിച്ചിട്ടറിഞ്ഞില്ല. ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാ, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാ. അവിടത്തെ ഒരു കാല് മുറിച്ചു മാറ്റി പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉർവതങ്ങളുടെ കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. എന്തു മരുന്ന് ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം പെട്ടെന്ന് നിൽക്കാനുള്ള വഴി എന്തെന്നറിയുമോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്, സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. പെങ്ങളെ, അടുക്കളയിൽ കടുക് വറുക്കുമ്പോ പപ്പടം പൊരിക്കുമ്പോ ഒരു തുള്ളി എണ്ണയെങ്ങാണമെന്ന് തെറിച്ച എന്തൊരു പ്രയാസമാണെന്നറിയില്ലേ ഉമ്മ? നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലേക്ക് തിളച്ച എണ്ണ കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കാലിലേക്ക് അങ്ങ് മുക്കി. മോനെ, ഉർവതങ്ങൾ അറിയുന്നില്ല. കാരണം ഓതുന്ന ആയത്തേതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ ആവർത്തിക്കുകയാണ്, ആയത്തിങ്ങനെ ആവർത്തിക്കുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുണ്ടല്ലോ, ആയത്താണ് ഉർവതങ്ങൾ ഇങ്ങനെ ഓതുന്നത്. തിളച്ച എണ്ണ മുക്കിയിട്ടും മഹാനവറുകൾ അറിഞ്ഞില്ല. നിസ്കരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അവസാനം ബോധം കെട്ട് താഴെ വീണടോ. കാലിൽ നിന്ന് രക്തം പോയിട്ട് ബോധം കെട്ട് താഴെ വീണോ. വൈദ്യന്മാരും മരുന്ന് വെച്ച് കെട്ടി. പടച്ചവനെ, ഉർവതങ്ങളെ ബോധമില്ലാതെ കിടക്കുകയാ. വൈദ്യന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. ബോധം വരുമ്പോ ആരാ പറയുന്നത്? മഹാനവറുകൾക്ക് സങ്കടമാകുമല്ലോ. കാല് മുറിച്ചെന്ന് പറഞ്ഞാ വിഷമമാകുമല്ലോ. അതുകൊണ്ട് വൈദ്യന്മാര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവതങ്ങൾ, എവിടെ എവിടെ ഉർവതങ്ങൾ, എവിടെ? എന്തിനാ ഉർവതങ്ങളെ തിരയുന്നത്? തങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. രണ്ട് ദുഃഖവാർത്തയാണ്. ഒന്ന്, കാല് മുറിച്ചിരിക്കുകയാണ്. രണ്ട്, മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും വല്ലാത്ത മനപ്രയാസത്തിലായി. ഉർവതങ്ങൾക്ക് ബോധം വന്നു, ഉർവതങ്ങൾക്ക് ബോധം വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് കാല് മുറിച്ചു മാറ്റി. തങ്ങള് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് ഞങ്ങൾ മുറിച്ചെടുത്തു. തങ്ങള് ഇന്നാലില്ലാ അൽഹംദുലില്ലാ. തങ്ങള് ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു പോയി. തങ്ങള് ഇന്നാലില്ലാ അൽഹംദുലില്ലാ. എന്തേ തങ്ങളെ സങ്കടമില്ലേ? തങ്ങയുടെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ എന്തേ തങ്ങളെ അൽഹംദുലില്ലാ പറയുന്നത്? ഉർവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട്.
കടക്കാൻ കഴിയാതെ ഇഴഞ്ഞിടഞ്ഞു പോകുന്നവരുണ്ട്. അള്ളാഹു 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം അള്ളാഹു എനിക്ക് ബാക്കി വെച്ചല്ലോ. അള്ളാഹു 7 മക്കളെ തന്നിട്ട് 6 പേരെ തിരിച്ചു തന്നല്ലോ, ഒരെണ്ണത്തെയല്ലേ അള്ളാഹു തിരിച്ചെടുത്തുള്ളൂ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങളുടെ മറുപടിയാണ് അത്. കഴിഞ്ഞ് കരയുന്ന ചെറുപ്പക്കാരാ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ സങ്കടപ്പെട്ട് കരയുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് മുറിച്ചതിൻ്റെ പേരിലാണോ? മകൻ മരിച്ചതിൻ്റെ പേരിലാണോ? ഉർവ തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാ, ഇനി പഴയതുപോലെ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാലല്ലേ ഉള്ളൂ, ഒരു കാലല്ലേ ഉള്ളൂ. ആ സങ്കടത്തിലാണ് ഞാൻ കരയുന്നതെന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിസ്കാരമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കാല് മുറിച്ചു മാറ്റിയിട്ട് നിസ്കരിക്കുന്ന ഉർവതങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനല്ലേ നിസ്കാരമെന്ന് പറയുന്നത്, അതിനല്ലേ നിസ്കാരമെന്ന് പറയുന്നത്. അങ്ങനെ നിസ്കരിക്കുന്നവരോടാണ് അള്ളാന്റെ മലക്കുകൾ സ്വർഗത്തിലാണെന്ന് പറയുന്നത്. ഇനി ജീവിതത്തിൽ ഒരുപാട് നിസ്കരിച്ചവരെ നീ നിന്റെ നിസ്കാരമൊന്ന് തുലനം ചെയ്യ്. പടച്ചവനെ വഅദ് പറയുന്ന ഞാനുണ്ടല്ലോ. ഉർവ റളിയല്ലാഹു തആല നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാല് മുറിച്ചു മാറ്റിയിട്ട് മഹാനവറുകൾ അറിഞ്ഞില്ല. ജയ്ത്തെണ്ണ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കാലിലേക്ക് മുക്കി ആ ശരീരം പച്ച ഇറച്ചി കരിച്ചിട്ട് പോലും മഹാനവറുകൾ അറിഞ്ഞില്ല. ഞാൻ നിസ്കരിക്കുമ്പോൾ ഒരു കൊതുവ് എൻ്റെ ചെവിയുടെ ഭാഗത്തുകൂടെ പാട്ടുപാടിപ്പോയാൽ എനിക്കറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കൊതുക് മൂളിയിട്ട് പോയാൽ എനിക്കറിയാം. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ നിസ്കാരം, ഇതാണ് നമ്മുടെ നിസ്കാരം. ഈ നിസ്കാരം ചാക്കി വെച്ചിട്ടാ സ്വർഗവും പാത്തിരിക്കണം ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ, എത്രത്തോളം സുജൂദ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം സുജൂദ് ചെയ്യ്. കേവലം ഫർള് നിസ്കാരം മാത്രമല്ല, ഫർളിൻ്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അതൊക്കെ നീ സുജൂദുകൾ ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ. അൽഹംദുലില്ലാഹ്, റമളാനൊക്കെ വരുന്നു. ഇനി എത്ര തറാവീഹ് നിസ്കരിക്കാം, തറാവീഹ് നിസ്കരിക്കാൻ കഴിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഹാ നിസ്കരിക്കാൻ കഴിയുന്നു, വിത്ർ നിസ്കരിക്കാൻ കഴിയുന്നു. ഒരുപാട് നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിക്കാൻ കഴിയും. സുജൂദുകൾ അധികരിപ്പിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ രാത്രിയിലുള്ള നിസ്കാരം, ഈ രാത്രിയിലുള്ള 2 റക്അത്ത് നിസ്കാരം അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, ഒന്ന് കൈവക്കോടോ. നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. എന്താ നിസ്കരിച്ചവരൊക്കെ കൈ താഴ്ത്തിയിട്ടെ. ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഉണ്ടോ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, പകല് പള്ളിയിൽ പോയി 5 വഖത്ത് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ആ രാത്രിയിലെ 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ. ഏതാത്താ, ആ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന 2 റക്അത്തില്ലേ, ആ 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരാ എഴുന്നേക്കുന്നത്. ഈ ലോകം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അള്ളാഹു ഇഷ്ടപ്പെട്ടവര് മാത്രമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. കാരണം ആ നിസ്കാരം ആരും കാണുന്നില്ല. നീ ഫർദ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട്. എന്നാ പാതിരാത്രി 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചാൽ നിന്റെ കൂടെ കിടക്കുന്നവൾ അറിയില്ല, പെങ്ങളെ കൂടെ കിടക്കുന്ന ഭർത്താവ് അറിയില്ല. ഒറ്റയ്ക്ക് ആരും അറിയാതെ പടച്ച റബ്ബ് മാത്രമേ അറിയുന്നുള്ളൂ. ആരും അറിയാതെ നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, അതിന് വല്ലാത്ത പ്രതിഫലമാണ്, അതിന് വല്ലാത്ത പ്രതിഫലമാണ്. ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കൈപൊക്കിയവരെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ
പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെട്ട അതിനേക്കാളും നിനക്കിനി എന്തേ വേണ്ടത്? അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ നിങ്ങളുടെ പള്ളിയുടെ പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുമ്പോ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാ. എല്ലാവരും നഗ്നരാണ്, എല്ലാവരും കരയുകയാണ്, എല്ലാവരും തലതാഴ്ത്തി റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. അവര് തല ഉയർത്തിപ്പിടിച്ചാണ് വരുന്നത്. അവര് തല ഉയർത്തിപ്പിടിച്ചാണ് വരുന്നത്. അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, ആരാ നബിയേ തല ഉയർത്തിപ്പിടിച്ച് വരുന്ന വിഭാഗമാരാ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പാതിരാത്രി നാട്ടുകാർ മുഴുവനും കിടന്നുറങ്ങുന്ന സമയത്ത് ആരും കാണാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് ഇരുട്ട് റൂമിനകത്തിരുന്നിട്ട് ആ 2 റക്അത്ത് നിസ്കരിച്ച ഉമ്മ നളത്താടെ തല ഉയർത്തിപ്പിടിച്ച് വരികയാ. പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാനി കോടി വരുന്ന ജനങ്ങൾ മുഴുവനും 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ മുഴുവനും കോടാനി കൂടി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പേടിച്ചു വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ തലതാഴ്ത്തി നിൽക്കുമ്പോ പാതിരാത്രി എഴുന്നേറ്റ് ആരുമറിയാതെ 2 റക്അത്ത് നിസ്കരിച്ച ചെറുപ്പക്കാരാ, തല ഉയർത്തി വരുമടാ, തല ഉയർത്തി വരുമടാ. അല്ലാഹുവിന്റെ കോടതിയിൽ തല ഉയർത്തിയിട്ട് നീ വരികയാണ്. അതാ വിളിക്കുന്നു, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, ഇങ്ങു വാ ചെറുപ്പക്കാരാ, ഇങ്ങു വാ ഉമ്മ. അതാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, വിചാരണയില്ല, ഹിസാബില്ല, ഹിസാബില്ല. ആ കാണുന്നതാണ് സ്വർഗം, ആ കാണുന്നതാണ് സ്വർഗം. നീ ധൈര്യമായിട്ട് കയറിപ്പോക്കോ. തഹജ്ജുദ് നിസ്കരിച്ചവര്, നീ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോക്കോ എന്ന് നാളെ മലക്കുകൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. പകല് പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും കാണും, ഞാൻ നിസ്കരിക്കാനുണ്ട്, ഞാൻ നിസ്കരിക്കാനുണ്ട്, ഞാൻ നിസ്കരിക്കാനുണ്ട്. നാട്ടുകാരറിഞ്ഞു. 2 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ കൂടെ കടന്നവൾ അറിയോ, മക്കൾ അറിയോ, നാട്ടുകാരറിയോ? ആരും അറിയില്ല, അല്ലാഹ് മാത്രമേ അറിയൂ. അള്ളാഹു മാത്രം അറിയുന്ന നിസ്കാരം അതാ. ആ നിസ്കാരത്തിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് വരുമ്പോൾ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. ഒന്ന് നിസ്കരിച്ചവൻ, തഹജ്ജുദ്. ഫർള് നിസ്കരിച്ചവനല്ല, തഹജ്ജുദ് നിസ്കരിച്ചവൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ മനുഷ്യനാരാ? തല ഉയർത്തിപ്പിടിച്ചു വരുന്ന രണ്ടാമത്തെ മനുഷ്യനാരാ? നിങ്ങളുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആര്? ആരടോ? ഇവിടുത്തെ മോദിനാരാ? മോദി. നിങ്ങളുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കണ ചങ്ങാതിയ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമുക്ക് വല്ല പരിഗണനയുണ്ടോ? പള്ളിക്കകത്ത് പൊടി കണ്ട അയാളുടെ മുഅദ്ദിനൊന്നും വിളിക്കത്തില്ല, മുക്രീന്നൊക്കെയാണ് വിളിക്കുക. അദ്ദേഹത്തെ വിളിക്കണത് മുക്രീന്ന. ഒരു കളിയാക്കുന്ന രീതി. ബാത്റൂമിൽ വെള്ളമില്ല, പൈപ്പില്ല, അവിടെ എന്തു കണ്ടാലും മുഅദ്ദിൻ. അയാളെ ഇനി പറയാനൊന്നുമില്ല. വലിയ പരിഗണനയൊന്നും കൊടുക്കാറില്ല അദ്ദേഹത്തിന്. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ജുനൈദ് മൗലവിയൊന്നുമല്ല. ഇവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. ഒരു മത്സരത്തിനെങ്കിലും വിളിച്ചിട്ടുള്ളവർ കൈവക്കറോ? സുബ്ഹാനല്ലാഹ്, നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ ഇല്ലേ? ഇവിടെ ബാങ്കോളി മത്സരമൊന്നും ഇല്ല. പ്രസിഡന്റ് കൈവക്കി, നല്ല കാര്യം. നിങ്ങളെയൊക്കെ കൊണ്ട് ആദ്യം ബാങ്ക വിളിപ്പിക്കണ്ട.
എല്ലാവരും ബാങ്കൊക്കെ വിളിക്കണം. പലർക്കും ബാങ്ക് വിളിക്കാൻ പേടിയാ. ചിലപ്പോൾ ഹയ്യാല ഫല ആദ്യം വിളിക്കും, പിന്നെ തല വിളിക്കും, തല തിരിച്ച് വിളിച്ചു കളയും. എടാ, നിനക്ക് സത്യത്തിൽ ബാങ്ക് വിളിക്കുന്നതിൻ്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മുഅദ്ദിനാകാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാകാൻ? പ്രസിഡന്റ് ആകാനല്ല. പ്രസിഡന്റ് ഇവിടെ അങ്ങനെ പ്രസിഡന്റ് ആകാൻ മത്സരമാണോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് തരുന്ന ഒരു ഉപദേശമാണ്, ഒരിക്കലും പള്ളിയിൽ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും മത്സരം നടത്തരുത്. ആർക്കാണോ ആകേണ്ടതായിക്കോ, ഇത്ര തന്നെ. ആർക്കെങ്കിലും പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോ, സെക്രട്ടറി ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോ. നിങ്ങൾ നിങ്ങളുടെ പണിയും നോക്കി നടക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണ്ട് നമ്മൾ പണ്ടത്തെ ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പറയും, കാക്ക പാപ്പ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റാട്ടോ. അതങ്ങനെ പണ്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, നിങ്ങൾ പ്രസിഡന്റ്, പാപ്പ നിങ്ങളാണ് പള്ളിയുടെ സെക്രട്ടറി. വേണ്ട മോനെ, എനിക്ക് വേണ്ട, എനിക്കതിനുള്ള അർഹതയൊന്നുമില്ല, ഞാൻ പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറി ഒന്നും ആകൂല. അത് പണ്ട്. ഇപ്പോൾ 500 രൂപ കൊടുത്തിട്ട് പറയാം, അളിയാ പൊതുയോഗത്തിൽ എൻ്റെ പേര് പറയുമ്പോൾ കൈ പൊക്കണം കേട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ. നീ അടുത്ത് ഞാൻ കണ്ടതാ, ഒരു പള്ളിയുടെ മുമ്പിൽ 32 സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് തന്നെ വെച്ചിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, പണ്ട് പറയും നിങ്ങൾ പ്രസിഡന്റ്, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഇന്ന് ആളെ കൂട്ടിയിട്ട് പറയാം, അളിയാ പൊതുയോഗത്തിൽ എൻ്റെ പേര് പറയുമ്പോൾ കുലത്തക്ബീർ ചാടിയേക്കണം, എന്നെ അങ്ങ് ആക്കിയേക്കണമെന്നാ. എനിക്ക് ഇത്തിരി കയ്യിൽ കൊടുക്കുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ടത്തെ വാപ്പാമാര് പള്ളി നിസ്കരിക്കാൻ വരുമ്പോൾ ചെരുപ്പ് കയ്യിൽ പിടിക്കും. ചെരുപ്പ് പള്ളിയുടെ ഗേറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ചെരുപ്പ് ഊരി കയ്യിൽ പിടിക്കും. എന്നിട്ട് ചെരുപ്പിടാതെ വന്ന് കാലും കഴുകി പള്ളി കയറി നിസ്കരിക്കും. ഇറങ്ങി പോകുമ്പോൾ ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട് ആ പടിയും താഴെ ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് തറയിലിട്ടിട്ട് പോകും. എന്തേ വാപ്പ നിങ്ങൾ പള്ളിയിൽ കയറുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് കയറാത്ത? ഈ പള്ളിയുടെ ഗേറ്റിനകത്ത് കയറുമ്പോൾ നിങ്ങൾ ചെരുപ്പിട്ടുകൊണ്ട് കയറാത്തത് എന്താ? പണ്ടത്തെ വാപ്പമാര് പറയുന്നത്, ചെരുപ്പിനടിയിൽ പള്ളിയിലെ മണ്ണ് പറ്റി, ആ മണ്ണ് ഞാൻ കൊണ്ടുപോയി മറ്റുള്ളവൻ്റെ പറമ്പിലിട്ടാൽ അള്ളാഹു എന്നോട് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ചെരുപ്പിടാത്തത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ട് അതുകൊണ്ട് പുറത്തിട്ടാൽ, അത് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ, അള്ളാഹു എന്നോട് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ചെരുപ്പ് കയ്യിൽ പിടിച്ച് കിടക്കണേ. ഇപ്പോഴോ പള്ളിയുടെ ബാത്റൂമിൻ്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതെന്തിനാ പ്രസിഡന്റ് ആ മൂക്ക് വെട്ടുന്നത്? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അവനവൻ്റെ ചെരുപ്പ് അവനവനറിയില്ലേ. ഈ ബാത്റൂമിൻ്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിൽ ഇങ്ങനെ അവിടുത്തെ കപ്പൊക്കെ ചങ്ങലയിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അല്ലാഹു അഅലം. ട്രെയിനകത്ത് കയറുമ്പോൾ മാത്രമേ അത് കാരണം അടിച്ചുകൊണ്ട് പോകണേ എപ്പോഴാണെന്നറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുമാ കഴിഞ്ഞ് നോക്കുമ്പോൾ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വരുന്ന പ്രതിഫലമാ ജുമാ. ചില വാപ്പന്മാർ കറങ്ങാൻ എൻ്റെ ചെരുപ്പ് കാണുന്നില്ല, എൻ്റെ ചെരുപ്പ് കാണുന്നില്ലെന്ന്. അത് ഹജ്ജിന് വന്നവർ കൊണ്ടുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണോ നമ്മുടെ അവസ്ഥ? പണ്ട് നബിതങ്ങളുടെ കാലഘട്ടത്ത് ആൾക്കാർ പള്ളിയിൽ കിടന്ന് ഉറങ്ങും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ തലകണയുടെ അടിയിൽ തപ്പി നോക്കുന്ന. കാരണം എന്തേ? അന്നത്തെ കാലഘട്ടത്തിൽ സദക്ക കൊണ്ടുവന്ന് ആരും കാണാതെ തലകണിയുടെ അടി വെച്ചിട്ട് പോകും. തന്നതാരാന്ന് ആർക്കും അറിയില്ല. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല. പള്ളിയിൽ കിടന്നുറങ്ങുന്ന പാവങ്ങളുടെ തലകണയുടെ അടിയിൽ കൊണ്ടുവച്ചിട്ട് പുക്കളയും. രാവിലെ എഴുന്നേറ്റ ഉടനെ സഹാബത്ത് തലകണയുടെ അടി വല്ലതും ഉണ്ടോ എന്ന് തപ്പി നോക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്നവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം തപ്പി നോക്കും വെച്ചത് അവിടെ ഉണ്ടോ എന്ന്. അതാ അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ കമ്മിറ്റിക്കാരെ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞപ്പം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ എനിക്ക് ആകെ അവരെ വലിയ പരിചയമൊന്നുമില്ല. അന്ന് വഴുതിന് വിളിക്കാൻ വന്നത് പരിചയമുള്ളൂ. അള്ളാഹുവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. പക്ഷെ നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ കസേര നിങ്ങൾ ആരും ആഗ്രഹിക്കരുത്. സെക്രട്ടറിയും പ്രസിഡന്റും പള്ളി കമ്മിറ്റിയിലെ കസേര ഒന്നും ആരും ആഗ്രഹിക്കരുത്. വെറുതെ എന്തിനാ? ഇപ്പം സമാധാനം ഉണ്ടല്ലോ, ഇപ്പം നിനക്കൊരു വിലയുണ്ടല്ലോ. ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒറ്റ ഒരെണ്ണവും മത്സരിക്കാൻ നിൽക്കൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിയുന്നെങ്കിൽ പിന്നെ ഈ പള്ളി പരിപാലിക്കാനും കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കാനും ഒറ്റ ഒരെണ്ണത്തിനെ കിട്ടത്തില്ല.
ഇവരൊക്കെ ഇന്ന് രാത്രി തന്നെ രാജിവെച്ചിട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി. അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ പിന്നെ മത്സരിക്കാനും ഇതിന് മുമ്പിൽ നിൽക്കാനും ആളെ കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയത്ത് ഞാൻ പറയൂല, ഇവരെങ്ങാനും പേടിച്ച് രാജിവെച്ചിട്ട് പോയാൽ പള്ളീനെ പരിപാലിക്കേണ്ട ആരെങ്കിലും. അതുകൊണ്ട് ആയത്തൊന്നും ഞാൻ പറയണില്ല, അത് ഇമാമിനോട് ചോദിച്ചാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിക്കുന്നതിൻ്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ മത്സരം എവിടാ? എന്തിനാ മത്സരം? മുഅദ്ദിനാക്കാൻ മത്സരിക്കും, അതാണ് പ്രതിഫലം. എടോ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. ഇവിടുത്തെ മുഅദ്ദിനിന്റെ ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ടാ എല്ലാവരും പള്ളി വരിക. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ ലോകത്ത് ബാങ്ക് വിളിക്കുന്ന ദശന്റെ ശബ്ദം കേട്ട മൃഗങ്ങളും നാൽക്കാലികളും ഇലകളും വൃക്ഷങ്ങളും കല്ലുകളും മണൽ തരികൾ വരെ അള്ളാഹിനോട് ഞാൻ കേട്ടുപടച്ചവനെ ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് സർവ്വചരാചരങ്ങളും അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ താത്താമാര് വിചാരിക്കുക, എൻ്റെ പൊന്ന് സിറാജ്, ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ അവസരമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് എങ്ങനെ ഉസ്താദേ അപ്പൊ ഈ പ്രതിഫലം? എൻ്റെ പൊന്നാര താത്ത, ബാങ്ക് വിളിക്കണമെങ്കിൽ മുഅദ്ദിനാകണോ? വേണ്ടല്ലോ. ബാങ്ക് വിളിക്കണമെങ്കിൽ മുഅദ്ദിനാവേണ്ട കാര്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങളും അതുപോലെ കൂടെ പറയണേ എന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിക്കുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നീയും പറയണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീയും പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ ആ പറയുന്നത് പോലെ നിങ്ങളും പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും അതുപോലെ പറയണം. ബാങ്ക് വിളിക്കുന്നതിന് ബാങ്ക് മുഅദ്ദിൻ പറയുന്നത് പോലെ നമ്മളും പറ. അപ്പൊ നമുക്കും ആ പ്രതിഫലം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് തരുമാറാകട്ടെ. പക്ഷെ ആര് പറയാനാ ബാങ്ക് വിളിക്കണ സമയത്താണ് നമ്മൾ ഫോൺ വിളിക്കണേ. കമ്മിറ്റി ഓഫീസിൽ പോലും ബാങ്ക് വിളിക്കണ സമയത്ത് സംസാരം നിർത്തൂല. പള്ളിക്കകത്തിരിക്കുന്നവനും കഥ പറയുന്ന അപ്പോഴാ. എടോ, ഒരാൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ അവൻ്റെ നാവ് പൊങ്ങത്തില്ലെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരാൾ പറ, ഷഹാദത്ത് കലിമ പറയുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് നാവ് പൊങ്ങാത്ത പാപത്തിൽപ്പെട്ട ഒരു പാപമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുക. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ വല്ല മാറ്റം ഉണ്ടോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്രയും വലിയ പാവം അത്, അത്രയും വലിയ പാപം. പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുന്ന 2 സമയമുണ്ട്. എപ്പോഴൊക്കെയാണെന്നറിയാവോ? എപ്പോഴൊക്കെയാ? ഒന്ന് ബാങ്ക് വിളിക്കുമ്പോൾ. ബാങ്ക് വിളിക്കണ സമയത്ത് പെണ്ണുങ്ങളുടെ ഒരു വെപ്രാളം കാണണം. ഇവിടെ തലേത്തുണി എവിടെ എന്ന് പറഞ്ഞിട്ട് എന്നാ ബഹളമെന്നറിയോ? ഉമ്മായിക്കും ഇല്ല മോക്കും ഇല്ല. അവസാനം നോക്കുമ്പോൾ ഒരു ഷാള് കെട്ടി ഉമ്മായും മോളും കൂടെ 50-50 ഇട്ടിട്ടായിരിക്കണം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീർന്നു. എന്നാ ഒറ്റ ഏറ് കഴിഞ്ഞു, പിന്നെ ഷാളുമില്ല. എൻ്റെ പൊന്നാര താത്ത, ആരാ നിന്നോട് പറഞ്ഞ ബാങ്ക് വിളിക്കുമ്പോൾ തലേത്തുണി ഇടണമെന്ന്? ഇനി രണ്ടാമതൊരു സമയമുണ്ട്. എപ്പോഴാ? പെണ്ണുങ്ങൾ തലേ തുണി പിടിച്ചിടുന്ന രണ്ടാമത്തെ സമയം എപ്പോഴാടോ? ഉസ്താദിനെ കാണുമ്പോൾ. എപ്പോ? ഉസ്താദിനെ കാണുമ്പോൾ. ഉസ്താദ് അള്ളയൊന്നും അല്ലല്ലോ. ഉസ്താദിനെ കാണുമ്പോൾ തല മറയ്ക്കണമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചു തന്നെ? താത്ത മറയ്ക്കുവാണെങ്കിൽ എപ്പോഴും മറയ്ക്കണം. അത് പണ്ട് ഉസ്താദന്മാരെ കാണുമ്പോൾ തലയെ തുണി ഇടുന്ന കാലം പണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് കൂടെ വേണമെങ്കിൽ താഴോട്ട് പിടിച്ചിടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, റമളാനാ വരുന്നേ. നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. നീ എന്തായാലും കാനാടിക്കാൻ എഴുന്നേക്കും. രാവിലെ ഭക്ഷണം കഴിക്കാൻ എന്തായാലും എഴുന്നേക്കുമല്ലോ. അലാറം വെക്കും. ആമിന, എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കണേന്ന് അയൽവാസിയോട് പറയും. അയൽവാസിയോട് പറയുക,
എൻ്റെ വീട്ടിൽ രാവിലെ 4 മണിക്ക് ലൈറ്റ് കണ്ടില്ലെങ്കിൽ നീ വിളിക്കണം. വാപ്പാനോട് വിളിച്ചു പറയുന്നു, വാപ്പ എഴുന്നേക്കുമ്പോൾ എന്നെ വിളിച്ചേക്കണേ എന്ന് നമ്മൾ വിളിച്ചു പറയും. എന്തായാലും എഴുന്നേക്കും. 2 റക്അത്ത് നിസ്കരിച്ചു പഠിക്ക്. അൽഹംദുലില്ലാ, ഒരു സുന്നത്തിന് ഒരു ഫർളിൻ്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിൻ്റെ കൂലി. മക്കളെ, ളുഹാ നിസ്കരിക്കാം, മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കാം. അൽഹംദുലില്ലാ, തറാവീഹ് നിസ്കാരം 20 റക്അത്ത് അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് പള്ളിയിലാടാ ഏറ്റവും എളുപ്പത്തിൽ തീരുന്നതെന്നാ ഇപ്പോഴേ തിരക്കി വെച്ചേക്കാം. ഒരുത്തം പറയുന്നു അവിടെ 9:15 തീരുവള്ളി, അവിടെ സൂപ്പർ ഫാസ്റ്റാ. അപ്പുറത്ത് പറയുന്നു ഇപ്പുറത്ത് അളിയ മിന്നലാ, വല്ലുഹാ മുതൽ ഓടുന്നു. പടച്ചോ നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.